അവനാ നോക്കാറ്, കുടുംബ വീട് അവനാണല്ലോ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അപ്പൊ വാപ്പാനെയും ഉമ്മാനെയും പ്രായമുള്ള മാതാപിതാക്കൾ ഏത് വീട്ടിലുണ്ടോ ആ വീട്ടിൽ അള്ളാഹു ബർക്കത്ത് ചെയ്യുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അതുകൊണ്ട് ആ പ്രവാചകൻ അള്ളാഹു ആദരിച്ചവരാണ് പ്രായമുള്ളവർ. ആ പ്രായമുള്ള, അതുകൊണ്ടാണല്ലോ അവർക്ക് ഇന്നത്തെ പ്രായമുള്ളവരെന്നല്ല, പണ്ടുള്ള കാലത്ത് പ്രായമുള്ള ആൾക്കാരെ കാണുമ്പോൾ ചെറുപ്പക്കാർ ഓടും. എന്റെയൊക്കെ ചെറുപ്പകാലം പ്രായമുള്ളവരെ കാണുമ്പോൾ പറയുന്നവരെ ഉപ്പാപ്പ അവിടെ ഇരിപ്പുണ്ട്, അതിലെ പൊക്കഴിഞ്ഞ ഇപ്പം കേൾക്കാൻ വഴുത് അല്ലേ? പ്രായമുള്ളവരുടെ മുന്നിലൂടെ. കാരണം എന്തേ? വാപ്പ പറയുന്നതിനേക്കാളും താക്കീത പ്രായമുള്ളവര്. എവിടെ പെടാ, ഇങ്ങോട്ട് വിളിക്കും, ഇങ്ങോട്ട് പെടാ, എന്താണ് ഇങ്ങനെ നടക്കണ, പള്ളിയിൽ പോണ്ടേ, നിസ്കരിക്കണ്ടേ, മുടിയൊക്കെ ഇത് എന്തോ ആടാ. എന്ത് പ്രായമുള്ളവർക്ക് അങ്ങനെ ഒരു അവകാശം അത് അള്ളാഹു കൊടുത്തതാ, നാട്ടുകാർ കൊടുത്തതല്ല. പ്രായമുള്ള ഒരു മനുഷ്യന്റെ ബാധ്യതയാണ് തന്റെ കണ്ണിന്റെ മുന്നിൽ തെറ്റ് കിടക്കുന്നത് കാണുമ്പോൾ ആ തെറ്റ് തിരുത്തേണ്ടത് പ്രായമുള്ളവരുടെ ബാധ്യതയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ആ അധികാരം അള്ളാഹു കൊടുത്തതാ. ആ അധികാരം പ്രായമുള്ളവർക്ക് ഉപദേശിക്കാനുള്ള അർഹത കൊടുത്തത് അള്ളയാ. മഹാനായി നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. അപ്പൊ പണ്ടുള്ള പ്രായമുള്ള ആൾക്കാരെ കാണുമ്പോൾ ഒളിച്ചൊളിച്ച് നടക്കും. ഇന്ന് പ്രായമുള്ള ആൾക്കാർ ആരാപ്പാ ഉപദേശിക്കാൻ അർഹതയുള്ളത്? ഇങ്ങോട്ട് വാന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോകും. ആരെ വിളിച്ചിട്ടാ? ഏതെങ്കിലും ഒരു ചെറിയ പയ്യനെ വിളിച്ചിട്ട് പറവയെ പോലെ മുടി വളർത്തി കിടക്കുന്നവനോട് മുടി വെട്ടടാന്ന് പറയാൻ പറ്റുമോ? ഉപ്പാപ്പായ്ക്ക് പേടിയാവും, ഓന്റെ മറുപടി എന്തായിരിക്കും അറിയില്ലല്ലോ. അതുകൊണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, പ്രായമുള്ളവരെ ബഹുമാനിക്കണം. അങ്ങനെ ബഹുമാനിക്കുന്നവരെ അള്ളാഹു ബഹുമാനിക്കും എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. രണ്ട്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വഹാമിലുൽ ഖുർആൻ. അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാണ്, പരിശുദ്ധമായ ഖുർആൻ പഠിച്ചവരുണ്ടല്ലോ, അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി ഖുർആൻ പഠിച്ചവരെ നിങ്ങൾ ബഹുമാനിക്കണമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പഠിച്ച ആലിം, ഹാഫിൽ, അവരെ നമ്മൾ ബഹുമാനിക്കണം, ആദരിക്കണം. പ്രായം നോക്കാൻ പാടില്ല, പ്രായം നോക്കാൻ പാടില്ല. അള്ളാഹുവിന്റെ ഖുർആൻ പഠിച്ചവർ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബഹുമാനായ മുസമ്മിൽ ഉസ്താദ് തൊടണമെങ്കിൽ ഉദവെടുക്കണമെന്നാണ് ഇമാം ഗസാലി നിങ്ങൾ പറഞ്ഞ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹാഫിളായ ഒരാൾ